ഹായ് ഗേയ്സ്, ഞങ്ങളങ്ങനെ ഈവനിങ് ഫിഷ് കടയിലോട്ടൊന്ന് വന്നതാണ്. ഫ്രൈഡേ പർച്ചേസിന് ഇറങ്ങിയപ്പോൾ ഫിഷ് വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ കൂന്തലെടുത്ത് കേട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടെ വന്ന് കൂന്തൽ വാങ്ങിയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന പാടെ ഞങ്ങൾ ചേട്ടനോട് ചോദിച്ച്, ചേട്ടാ കൂന്തലുണ്ടോ? അപ്പോൾ ഉണ്ടല്ലോ, അത് നല്ല ഫ്രഷ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് എന്നെ എടുത്തോളാൻ പറഞ്ഞ്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ കൂന്തലെടുത്തു. അതിനുശേഷം വെച്ചാൽ വറ്റമീനും പിടിച്ച് നിൽക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ കഴിക്കത്തില്ല വറ്റ, എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞു അത് എടുത്തോളാൻ പറഞ്ഞു, പക്ഷേ ഞാൻ എടുത്തില്ല. ഞാൻ കഴിക്കുന്നില്ലെന്നും പറഞ്ഞ് കഴിക്കാത്തതുകൊണ്ട് ആളെടുത്തില്ല. പിന്നെ കുറേ മീനുകളൊക്കെ ഇങ്ങനെ നോക്കി അവരോട് ഫ്രഷാണോ, അവർ ഫ്രഷാണെന്ന് എല്ലാം പറഞ്ഞത്. പിന്നെ കുറേ നോക്കിയിട്ട് അതിൽ നിന്ന് 2 മീൻ സെലക്ട് ചെയ്തു. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഹൈലി വരുമ്പോൾ മീൻ എടുക്കുന്നത് നമ്മുടെ ഈ മലയാളി ചേട്ടന്മാരുടെ അടുത്ത് നിന്നാണ്. അപ്പം അവർ നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അവർ ഈ ഫ്രഷ് മീനെ നമുക്ക് തരാറുള്ളൂ. ആദ്യം നമ്മളെടുത്തത് കണവയാണ്. അത് ഓൾറെഡി ക്ലീനിങ്ങിന് പോയി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് കിളിമീനാണ്. കിളിമീൻ കഴിഞ്ഞ തവണ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കൊണ്ട് അത്രയ്ക്കങ്ങ് അടിപൊളിയായില്ല. ഇനിയിപ്പോൾ അവൾ വെച്ച ഗുണം കൊണ്ടാണ് എന്താണോ സംഗതി ഫ്ലോപ്പായി. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ എന്നോടെന്ന് വെച്ചപ്പോൾ ചൂരയുണ്ടെന്ന് പറഞ്ഞു. ശരി, എന്നാൽ ചൂരയാണെങ്കിൽ ഫ്രഷായി എടുത്തോളം പറഞ്ഞപ്പോൾ ഉണ്ട്. എന്നാൽ പിന്നെ ഫ്രൈ ചെയ്യുകയും ചെയ്യാൻ, കറിയും വെക്കാമല്ലോ. കുറേ ആയി പറയണു ചെമ്മീനോ ഞണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ചെമ്മീനുണ്ടെന്ന് പറഞ്ഞു. ചെമ്മീൻ നോക്കിയപ്പോൾ ഉണ്ട് പോരാ, കട്ടിയില്ല, വേണ്ടെന്ന് വെച്ചു. ചേട്ടാ ചെമ്മീന് വേണ്ട, ഞണ്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞണ്ടല്ലേടാ, അതേ അപ്പുറം കിടക്കണം, അതേ ഇഷ്ടം പോലെ ഉണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഞണ്ടും അത്രയ്ക്ക് പോരാ, അതിനെ കട്ടിയില്ല. അപ്പോൾ ക്ലീനാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കട്ടിയുള്ള സീസൺ അല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞണ്ട് പോരാ, അത്രയ്ക്ക് കട്ടിയുള്ള ടൈപ്പ് ഞണ്ടല്ല അത്. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ബാക്കിൽ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു സെക്ഷൻ ആളുകൾ കണവ ക്ലീനാക്കുന്നു, ഒരു സെറ്റ് ആളുകൾ ചൂര ശരിയാക്കുന്നു. അതൊന്നുമല്ല, നമ്മളല്ലാണ്ട് വേറെ ആരോ ഓർഡർ ചെയ്ത കടൽ വാള അവിടെ അടിപൊളിയായിട്ട് ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ സെക്ഷൻ സെപ്പറേറ്റ് ബായിമാരാട്ടോ ചെയ്യണത്. അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും അപ്പുറേ നമ്മുടെ ക്യാഷ്യർ നമ്മളെ വിളിച്ചു, ആ പോരെ മോനെ ബില്ല് സെറ്റിൽ ചെയ്തോ എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ അവിടെ പോയി ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സ്ഥിരമുള്ള പലലവി പോലെ തിരിച്ചു പോകാൻ എന്തെങ്കിലും കഴിക്കാമെന്നുള്ളൊരു തീരുമാനം എത്തിയെന്നാൽ പിന്നെ ഡോണറ്റ് ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഡെങ്കിനി കയറി ചെന്നപ്പോൾ ഉണ്ട് അവിടെ ഇഷ്ടം പോലെ വെറൈറ്റി ഇരിക്കുമല്ലേ, ആകെ കൺഫ്യൂഷൻ, ഏതെടുക്കണം. ഞങ്ങളുടെ ചർച്ചകൾ കണ്ടപ്പോൾ ഉണ്ട് നമ്മുടെ സെയിൽസിൽ നിന്ന് പയ്യൻ ഉള്ളിലേക്ക് ഒന്ന് പോയി, എന്നാൽ നിങ്ങൾ ചർച്ച ചെയ്ത് തീർക്കുന്നുള്ള രീതിയിൽ. അപ്പോൾ അവസാനം നമ്മളൊരു തീരുമാനം എത്തി. അവൾ മാംഗോ മിറാജും ഞാൻ സാധാ നമ്മുടെ ഡോണറ്റും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ആൾ വന്നു. മോനെ വാ ബില്ലടിച്ചോളാൻ പറഞ്ഞു. ഒന്ന് ഓടി വന്ന് ബില്ലടിച്ചു. ഞങ്ങൾ സാധനം പാഴ്സൽ കിട്ടി, പോണ വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.